ചിറ്റിനഞ്ചേരി ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. ഫെബ്രുവരി 14 മുതലാണ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങിയത്. പക്ഷേ ഞാൻ ഇതറിഞ്ഞ് സത്സംഗം ചെയ്ത് സജ്ജനങ്ങൾ പറയുന്ന രീതിയിലല്ല പൊതുവേ നാട്ടിലെ ആൾക്കാർ ജീവിക്കുന്നത്. ആണോ? അല്ല, അവർക്ക് തോന്നിയ മാതിരി ഓരോക്കെ ചെയ്ത് ജീവിക്കുക. എന്നിട്ടോ കട്ടങ്ങളും കഷങ്ങളും മൃഗങ്ങളും പോലെ തലക്കെ കയറി വയ്ക്കുക, എന്നിട്ട് ദൈവത്തിനെ പഠിക്കുക. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. മൂലപ്പണത്ത അധികം ആൾക്കാർ പ്രമാദികളാണ്. പ്രമാദിച്ചാലോ അവിവേകികളാണ്. അതിനുശേഷമായിട്ടോ അനർത്ഥപരമ്പരയിൽ പോയി വീഴുന്നു. പകൽ കണ്ട കുഴിയിൽ രാത്രി പോയി വീഴോടെ ഇതുപോലെയാണ്. എല്ലാവർക്കും ഈ ലോകത്തെ ആർക്കാ സുഖം വേണ്ടാന്നുള്ളതൊന്നുമില്ല. ഈ ലോകത്തിൽ ശാന്തി സുഖവും സമാധാനവും വേണ്ടാന്നുള്ളവരായിരുന്നു. എല്ലാവരും ഇതിനെ പരിശ്രമിക്കുന്നത്. പക്ഷേ എവിടെ നിന്നാണ് ഈ ശാന്തി സുഖവും സമാധാനം കിട്ടുക എന്ന് അന്വേഷിച്ചിട്ടോ അറിഞ്ഞിട്ടോ ആലോചിച്ചിട്ടോ ആണോ അതിനു വേണ്ടി പഠിക്കുന്നത്? അങ്ങനെ പറയാറ്. അത് പറഞ്ഞു തരുന്ന സജ്ജനങ്ങളാണ്, ശാസ്ത്രങ്ങളാണ്. അത് അറിഞ്ഞിട്ട് പരിശ്രമിച്ചാലോ ആ പരിശ്രമത്തിന് ഫലണ്ടാവൂലേ? നിങ്ങൾ നമ്മൾ പ്രയത്നം സാധിക്കാവില്ലേ? നമുക്ക് ക്ലേശമാണല്ലേട്ട് ക്ലേശദാസദേഹ ശാന്തിയും സുഖവും സമാധാനം സന്തോഷം കിട്ടുന്നിട്ടുണ്ട്. ഈ ലോകത്തിലെ ആൾക്കാർ എവിടെ പോകണോ? ഈ ദൃശ്യമായ പ്രപഞ്ച വസ്തുക്കളുടെ പിന്നാലെ ഓടുന്നു അല്ലേ? ഇന്ദ്രിയപ്രിയയാണോതി ഇന്ദ്രിയങ്ങൾക്ക് പ്രിയങ്കരങ്ങളായ വസ്തുക്കള് സമ്പാദിക്കണം, കാണണം, കേൾക്കണം, ഉണ്ണണം, ഉണരണം, പുണരണം, ഭോഗം ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് പാലക്കാട് ചിന്മയ മിഷനിലെ സംപൂജ്യ സ്വാമി അശേഷാനന്ദയാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തോടനുബന്ധിച്ച് ബുധനാഴ്ച കപിലാവതാരം, കപിലോപദേശം, ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥുചരിതം, ഋഷഭാവതാരം എന്നിവയാണ് പാരായണം ചെയ്തത്. ഫെബ്രുവരി 24 ഭാഗവത സപ്താഹയജ്ഞം സമാപിക്കും.